നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വാഅശീതിതമോധ്യായഃ 82ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഇന്ന് 27 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ഒരു സൂര്യഗ്രഹണ കാലത്ത് കൃഷ്ണനും യദുക്കളും എല്ലാ പേരും സമന്ത പഞ്ചകം എന്ന തീർത്ഥസ്ഥാനത്തിലെത്തി. അതുപോലെ നന്ദാദി ഗോപന്മാര്, മറ്റുള്ള രാജാക്കന്മാര്, പാണ്ഡവര്, കൗരവർ എല്ലാവരും അവിടെ എത്തി. എല്ലാവർക്കും കൃഷ്ണന്റെ ദർശനം സന്തോഷം ഉളവാക്കി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നം നടത്തി. കൃഷ്ണനെ കണ്ടത് ജന്മസാഫല്യമായി അവരെല്ലാം കരുതി. നന്ദാദി ഗോപന്മാർ കൃഷ്ണനെ കണ്ട് സന്തോഷിച്ചു. കൃഷ്ണനും ബലരാമനും നന്ദഗോപരെയും യശോദരെയും ആലിംഗനം ചെയ്തു. ഗോപികൾ കൃഷ്ണനെ തന്നെ നോക്കി അങ്ങിരിക്കുകയാണ്. അപ്പൊ ഏകാന്തത്തിൽ കൃഷ്ണൻ അവരെ ആലിംഗനം ചെയ്യുകയും അവരുടെ വിരഹ ദുഃഖം ഇല്ലാതാക്കുകയും അവർക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, എപ്പോഴും ആ കൃഷ്ണന്റെ സ്മരണ അവർക്കുണ്ടാകണമെന്ന്. അങ്ങനെ അവർ കൃഷ്ണന്റെ രൂപത്തെ നന്നായി ധരിച്ചു. അങ്ങയുടെ അപാദകമലം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണാൻ അനുഗ്രഹിക്കണമെന്നും അവർ പ്രാർത്ഥിച്ചു. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ശ്ലോകം 27. ഓ നമോ ഭഗവതേ വാസുദേവായ. അഥ തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ പ്രശംസസുർമുദാ യുക്ത വൃഷ്ണീൻ കൃഷ്ണ പരിഗ്രഹാൻ. അഥ തേ രാമകൃഷ്ണാഭ്യാം. അഥ അനന്തരം രാമകൃഷ്ണാഭ്യാം, ബലരാമനാലും കൃഷ്ണനാലും, അതായത് സമന്ത പഞ്ചകത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു. അപ്പൊ കൃഷ്ണനെ ഭാര്യമാരോട് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും, അതായത് രാജാക്കന്മാർ, നന്ദഗോപാദികൾ എല്ലാവരും ബലരാമനാലും കൃഷ്ണനാലും സമ്യക് വേണ്ട വിധം പ്രാപ്ത സമർഹണക ലഭിക്കപ്പെട്ട സൽക്കാരത്തോടു കൂടിയ. അപ്പൊ കൃഷ്ണൻ ബലരാമനും എല്ലാവരെയും സൽക്കരിച്ചു. തേ അവർ കൃഷ്ണ പരിഗ്രഹാൻ കൃഷ്ണനാകുന്ന ആഗ്രഹത്തോടു കൂടിയ വൃഷ്ണി, കൃഷ്ണനാകുന്ന ആശ്രയത്തോടു കൂടിയ വൃഷ്ണികളെ. അപ്പൊ അവർ വിചാരിക്കുകയാണ് വൃഷ്ണികളുടെ മഹാഭാഗ്യമാണ്, അവർക്ക് കൃഷ്ണൻ ആശ്രയമായിട്ടുണ്ട്. അപ്പൊ അതായത് കൃഷ്ണനായ ആശ്രമത്തോടു കൂടിയ ആ വൃഷ്ണികളെ മുദായിത്വ സന്തോഷത്തോടു കൂടിയവനായിട്ട് പ്രശംസിച്ചു. അതായത് കൃഷ്ണനെ ആശ്രമായി കിട്ടിയ വൃഷ്ണികളുടെ ഭാഗ്യം തന്നെ എന്നവര് പ്രശംസിച്ചു. അഥ തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ പ്രശംസുർമുദാ യുക്ത വൃഷ്ണീൻ കൃഷ്ണ പരിഗ്രഹാൻ. ശ്ലോകം 28. അഹോ ഭോജഭദേയൂയം ജന്മഭാജോ നൃണാമിഹ യത് പശ്യഥാ സഹൃത് കൃഷ്ണം ദുർദർശം അഭിയോഗിനാം. അഹോ ഭോജപതേ. ആ രാജാക്കന്മാർ വൃഷ്ണികളെ പ്രശംസിച്ചതാണ് ഇവിടെ പറയുന്നത്. ഹേ ഭോജരാജാവേ, ഇഹ ഈ ലോകത്തിൽ നൃണാം മനുഷ്യരുടെ മധ്യത്തിൽ യൂയം നിങ്ങൾ ജന്മഭാജ ജന്മമെടുത്തവർ. എന്തുകൊണ്ടെന്നാൽ അപ്പൊ ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെയാണ് ജനിച്ചതിന്റെ ഫലം അനുഭവിച്ചവർ. ജന്മസാഫല്യം നേടിയവർ നിങ്ങൾ തന്നെയാണെന്ന് ബാക്കിയുള്ള രാജാക്കന്മാർ വൃഷ്ണികളോട് പറഞ്ഞു. കാരണം എന്താണ്? യൂയം നിങ്ങൾ ജന്മഭാജ ജന്മമെടുത്തത് എന്തുകൊണ്ടെന്നാൽ യോഗിനാം അഭി യോഗികൾക്ക് കൂടി ദുർദശ കാണാൻ കഴിയാത്ത കൃഷ്ണനെ യൂയം നിങ്ങൾ അസകൃത് എപ്പോഴും പശ്യത കാണുന്നല്ലോ. അഹോ ആശ്ചര്യം.
അപ്പൊ യോഗികൾ പോലും അവരുടെ ധ്യാനാവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുന്ന രൂപം നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നു. അപ്പൊ നിങ്ങളുടെ മഹാഭാഗ്യം തന്നെ എന്ന് മറ്റു രാജാക്കന്മാർ വൃഷ്ണികളെ പ്രശംസിച്ചു. അഹോഭോജപദേയൂയം ജന്മഭാജോ നൃണാമിക യത് പശ്യതാ സഹൃത് കൃഷ്ണം ദുർദർശം അഭിയോഗിനാം. ശ്ലോകം 29. യത് വിശ്രുതി ശ്രുതിനുദേതമലം പുനാദി പാദാവനേജന പയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലഭർജിത പകാഭി യദംഗ്രിപത്മാ സ്പർശോത്ഥ ശക്തിർ അഭിവർഷതി നോഖിരാർത്താൻ. യത് വിശ്രുതി ശ്രുതി നുത ഇദം അലം. ശ്രുതിനുത ഇദം അലം പുനാദി പാദ അവനേജന പയഹാച്ച വജഹാച്ച ശാസ്ത്രം ഭൂഹു കാലഭർജിത പക അഭി യദംഗ്രി പത്മ സ്പർശ ഉത്തശക്തി അഭിവർഷതി നഖ അഖിലാർത്താൻ. അപ്പൊ അവര് പറയാണ് യാതൊരുത്തന്റെ വിശ്രുതി കീർത്തി ശ്രുതിനുതാം വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടതായിട്ട് ഇതം ഈ വിശ്വത്തെ അലം ഏറ്റവും പുനാദി ശുദ്ധമാക്കുന്നു. അപ്പൊ ഏതൊരു ഭഗവാന്റെ പ്രശസ്തി വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നുവോ ഈ വിശ്വത്തെ ഏതൊരുത്തനാണോ ശുദ്ധമാക്കുന്നത് അവന്റെ പദ അവനേജന പയഹാച്ച കാൽ കഴുകിയ ജലം. അതായത് ഭഗവാൻ വാമനാവതാരത്തിൽ 2 അടി അളന്ന് രണ്ടാമത്തെ അടി മുകളിലേക്ക് വെച്ചപ്പോൾ ആ ബ്രഹ്മാവ് കമണ്ടലിൽ നിന്ന് വെള്ളം ഒഴിച്ചു. ആ കാൽ കഴുകിയ വെള്ളമാണ് ഗംഗയായിട്ട് ഒഴുകിയത്. അപ്പൊ അത് എല്ലാവരെയും ശുദ്ധമാക്കുകയാണ്. അപ്പോൾ ഏതൊരുവന്റെ ആ കാൽ കഴുകിയ ജലമാണോ ലോകത്തെ പരിശുദ്ധമാക്കുന്നത്. വജഹ ശാസ്ത്രം വജോരൂപമായ ശാസ്ത്രവും ഭഗവാന്റെ കീർത്തിയെ വേദങ്ങൾ സ്തുതിക്കുന്നു. വേദഘോഷ ലോകത്തെ പരിശുദ്ധമാക്കുന്നു. ഭഗവാന്റെ കാൽ കഴുകിയ വെള്ളം ഗംഗയായി ലോകത്തെ ശുദ്ധീകരിക്കുന്നു. വാക്കാകുന്ന ശാസ്ത്രം സന്മാർഗ ദുർമാർഗങ്ങൾ ലോകത്തിന് വേർതിരിച്ച് കാട്ടിക്കൊടുത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് പരിശുദ്ധമാക്കുന്നു. വാചോരൂപമായ ശാസ്ത്രവും ഇതം പുനാദി ഇതിനെ ശുദ്ധമാക്കുന്നു. ഭഗവാന്റെ വാക്കാവുന്ന ശാസ്ത്രം പാപങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഭഗവാന്റെ ഉപദേശങ്ങളുണ്ടല്ലോ, ഗീതോപദേശമുണ്ട്, ഉദ്ധവോപദേശമുണ്ട്. ഇതെല്ലാം വാക്കാകുന്ന ആ ശാസ്ത്രം ലോകത്തെ നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ച് നമ്മളെ കാണിച്ചു തന്ന് നമ്മെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കുന്നു. കാലഭർജിത ഭഗാഭി കാലത്താൽ നശിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയതെങ്കിലും ഭൂമി യദംഗ്രി പത്മ സ്പർശോത്ഥ ശക്തി ഏതൊരുവന്റെ പാദപത്മ സ്പർശത്താൽ ഉണ്ടായ ശക്തിയോട് കൂടിയതായി നഖ നമ്മൾക്ക് അഖിലാർത്താൻ സകല പദാർത്ഥങ്ങളെയും അഭിവർഷതി നമുക്ക് ഭൂമി എല്ലാത്തിനെയും അഭിവർഷതി തന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഭാഗത്തും ഭൂമി ജനിപ്പിച്ചു തരുന്നു. അതായത് കാലദോഷത്തിന്റെ ഫലമായി ശക്തി ചുരുങ്ങിയ ഈ ഭൂമിയിൽ ഏതൊരുവന്റെ പാദസ്പർശം ഫലമായിട്ട് ഇപ്പോൾ ഭൂമിയുടെ നശിച്ചുപോയ ശക്തി വീണ്ടും ലഭിച്ചു. അപ്പം നമുക്ക് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഇപ്പോൾ ഭൂമി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് തരുന്നു. അപ്പൊ കൃഷ്ണന്റെ ദർശനം ജന്മസാഫല്യമാണ്. അതിനുള്ള കാരണമാണ് ഇതെല്ലാം പറഞ്ഞത്. ഭഗവാന്റെ കാൽ കഴിയ വെള്ളമാണ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നത്. വാക്കാവുന്ന ശാസ്ത്രം പാപങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. പിന്നെ ഭൂമി പോലും എല്ലാം നമ്മളെ നേരത്തെ പൃഥുവിന്റെ കാലത്ത് പഠിച്ചു. ഭൂമി എല്ലാം ഉള്ളിലേക്ക് വലിച്ചു വെച്ചു. ദുഷ്ടനായി വരുമ്പോൾ എന്ത് ചെയ്യും? ഭൂമി അതിന്റെ സമ്പത്ത് മുഴുവൻ ഉള്ളിലേക്ക് വലിക്കും. ഭഗവാന്റെ കാലെടുത്ത് വെച്ചപ്പോൾ ഭൂമി വീണ്ടും അഭിവൃദ്ധിപ്പെട്ടു. ഭഗവാന്റെ ജനന സമയം പറയും.
ഭൂമിയെല്ലാം ഫലഭൂയിഷ്ടമായി തടാകങ്ങളും എല്ലാം ശുദ്ധമായ ജലമൊഴുക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ജനനം കൊണ്ട് ഭൂമിയും ഫലഭൂയിഷ്ടം ഉള്ളതായി. യദ്വിശ്രുതി ശ്രുതിനുത ഇതമലംബുനാദി പതാവനേജന പയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാല ഭർജിത ഭഗാഭി യതംഗ്രി പത്മ സ്പർശോത്ത ശക്തിഭിർ അഭിവർഷതി നോഖിലാർത്താൻ. ശ്ലോകം 30. തദ്ദർശന സ്പർശനാനുപത പ്രജൽപ ശയ്യാസനാശന സയൗന സപിണ്ഡബദ്ധ യേഷാം ഗൃഹേ നിരയവർമ്മനി വർത്തതാം വാ സ്വർഗാപവർഗ വിരമ സ്വയമാസ വിഷ്ണുഹു. എന്നിട്ട് വീണ്ടും പറയാണ്, നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ആ കൃഷ്ണനെ കാണുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ ആ കൃഷ്ണനെ എപ്പോഴും അടുത്ത് കിട്ടുന്നോണ്ട് ആ സ്പർശനം, കൃഷ്ണനോടൊത്ത് സംഭാഷണം, കൃഷ്ണനോടൊത്ത് സഞ്ചരിക്കുക, ഒന്നിച്ച് കിടക്കുക, ഇരിപ്പ്, ഭക്ഷണം, പിന്നെ വിവാഹത്തിനെല്ലാം സംബന്ധിക്കുക, എല്ലാം അതെല്ലാം നിങ്ങളുടെ ഭാഗ്യമാണ്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തത് ദർശന, അത് ഒരു വലിയ സമസ്ത പദമാണ്. തദ്ദർശന സ്പർശന അനുപത പ്രജൽപ ശയ്യ ആസന അശന സയൗന സപിണ്ഡബദ്ധ. ഇത്രയും ഒരു വാക്കാണ്. യേശാം വാ, യാതൊരു നിങ്ങൾക്ക് എന്തൊക്കെയാണ്? തദ്ദർശന, അത് അവന്റെ ആ ദർശനം, ഭഗവാന്റെ ദർശനം. സ്പർശനം കിട്ടും. പിന്നെ അനുപത, ഒരുമിച്ച് സഞ്ചരിക്കാം. ഇപ്പോ പശുക്കളെ മേയ്ക്കാൻ എപ്പോഴും ഭഗവാൻ കൂടെ പോവുകയല്ലേ. പിന്നെ പ്രജൽപ, സംഭാഷണം ചെയ്യാം. ശയ്യ, ഭഗവാനോടൊപ്പം കിടക്കാം. അശന, ശയ്യ ആസന, ഇരിപ്പ്. അശന, ഭോജനം, ഭക്ഷണം കഴിക്കുക. സയൗന, ഭഗവാനോടൊപ്പമുള്ള ഭക്ഷണം, കിടപ്പ്, ഇരിപ്പ്. പിന്നെ വിവാഹം കൊണ്ടും മറ്റ് ബന്ധം ഉണ്ടല്ലോ, ബന്ധുക്കള്, ബന്ധുത്വം, അങ്ങനെയുള്ള ബന്ധം സിദ്ധിച്ചു. യൗന എന്ന് പറഞ്ഞാല് ഇങ്ങനെ വിവാഹം കൊണ്ട് വിവാഹബന്ധം, അപ്പൊ അങ്ങനെ ബന്ധുക്കളാവുമല്ലോ, അങ്ങനെയുള്ളത്. പിന്നെ സപിണ്ഡബന്ധ, ദയാദിത്വം കൊണ്ടുണ്ടാകുന്ന ബന്ധം, അതായത് ഭാര്യമാരുമായിട്ടുള്ള ആ ബന്ധം കൊണ്ടുള്ള അങ്ങനെയുള്ള ബന്ധം. പിന്നെയോ യേശാം ഗൃഹേ നിരയപത്മനി, സംസാരമാർഗത്തിൽ വർത്തിക്കുന്ന വഹ, നിങ്ങളുടെ ഗൃഹത്തിൽ സ്വർഗ അപവർഗ വിരമ, സ്വർഗമോ മോക്ഷമോ അവസ്ഥാസ്ഥാനമായ വിഷ്ണുഹു സ്വയം, വിഷ്ണു തന്നെ ആസഭവിച്ചു. അപ്പോ നിങ്ങൾക്ക് സ്വർഗവും മോക്ഷവും ഒക്കെ തരുന്ന ആ വിഷ്ണു തന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുലത്തിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പൊ അവനോടൊപ്പം കളിക്കാൻ, ചിരിക്കാം, കിടക്കാം, ഉറങ്ങാം, കഴിക്കാം, എല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ് എന്ന് ആ രാജാക്കന്മാരെല്ലാം പറയുകയാണ്. തദ്ദർശന സ്പർശന അനുപത പ്രജൽപ ശയ്യാസനാശന സയൗന സപിണ്ഡബദ്ധ പിണ്ഡബന്ധ യേഷാം ഗൃഹേ നിരയപത്മനി വർത്തതാം വാ സ്വർഗാപവർഗ വിരമസ്വയമാസ വിഷ്ണു. ശ്ലോകം 31. ശ്രീശുകവാച നന്ദസ്തത്ര യദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണ പുരോഗമാൻ തത്രാഗമ വൃതോ ഗോപൈർ അനസ്ഥാർത്ഥൈർ ദിദൃക്ഷയാ. നന്ദഃ തത്ര യദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണ പുരോഗമാൻ, കൃഷ്ണ പുരോഗമാൻ, കൃഷ്ണനോടുകൂടിയ യദൂൻ, യദുക്കളെ തത്ര അവിടെ പ്രാപ്താൻ പ്രാപിച്ചവരായിട്ട് ജ്ഞാത്വ അറിഞ്ഞിട്ട് നന്ദഃ നന്ദൻ, അതായത് കൃഷ്ണനും യദുക്കളും അവിടെ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാ പേരും കൃഷ്ണനെ കാണാൻ ആഗ്രഹത്തോടുകൂടി എന്ത് ചെയ്തു? നന്ദഃ അനഹ സ്ഥാർത്തൈ, അതായത് അനഹ എന്ന് വെച്ചാൽ വണ്ടികളില്
സാധനങ്ങളൊക്കെ കയറ്റി എല്ലാവരും കൂടെ ഗോപന്മാരാൽ വൃത ചുറ്റപ്പെട്ട് ദിദൃക്ഷയ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി തത്ര അവിടെ ആഗമിച്ചു. അപ്പൊ കൃഷ്ണൻ ഇവിടെ സമന്ത പഞ്ചകത്തിൽ എത്തിയെന്നറിഞ്ഞ് ഗോപന്മാരൊക്കെ എന്ത് ചെയ്തു? വണ്ടികളിൽ സാധനവും കയറ്റി എല്ലാവരും, ഗോപന്മാരും ഗോപികമാരും നന്ദനും യശോദയും എല്ലാവരും കൂടെ സമന്ത പഞ്ചകത്തിലേക്ക് തിരിച്ചു, കുരുക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ശ്രീശുക ഉവാച നന്ദസ്തത്ര യദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണ പുരോഗമാൻ തത്രാഗമത് മൃദോ ഗോപൈർ അനസ്താർത്തൈർ ദിദൃക്ഷയാം. ശ്ലോകം 32. തം ദൃഷ്ട്വാ വൃഷ്ണയോ ഹൃഷ്ട്വാ തന്വ പ്രാണമിബോധിത പരിഷസ്വജ്ജിരേ ഗാഠം ചിരദർശന കാതരാഹ. തം ദൃഷ്ട്വ അവനെ കണ്ടിട്ട്, നന്ദനെ കണ്ടപ്പോൾ, ഹൃഷ്ട്വ സന്തോഷിച്ച വൃഷ്ണികൾ, തന്വ ശരീരങ്ങൾ, പ്രാണയുവ പ്രാണനെ എന്ന പോലെ. അപ്പൊ മയങ്ങിക്കിടക്കുന്ന അവയവങ്ങൾ, പ്രാണൻ കിട്ടുമ്പോൾ മയങ്ങിക്കിടക്കുന്ന, ആലസ്യപ്പെട്ട് മയങ്ങിക്കിടക്കുന്ന അവയവങ്ങൾ മുഖ്യപ്രാണ സംയോഗം നിമിത്തം എങ്ങനെ ചാടി എണീക്കുന്നുവോ അതുപോലെ ബഹുകാലമായി കാണാതെ ദുഃഖിച്ചിരിക്കുന്ന അവർ കൃഷ്ണനെ കണ്ടതും ഓടി ഇങ്ങിവിടെ എത്തി. പ്രാണൻ കിട്ടുമ്പോൾ ശരീരം അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ആളിന് പെട്ടെന്ന് ഓക്സിജനൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചാടി എണീക്കൂലേ? അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന വെള്ളം മുഖത്ത് തെളിക്കുമ്പോൾ ചാടി എണീക്കൂലേ? അതുപോലെ ശരീരത്തിൽ, ആലസ്യപ്പെട്ട ശരീരത്തിൽ പ്രാണൻ ഊർജ്ജസ്വലമാകുമ്പോൾ ചാടി എണീക്കുന്നത് പോലെ കൃഷ്ണൻ വന്നെന്നറിഞ്ഞത് ഇവരെല്ലാ പേരും കൂടെ ഓടി ഇങ്ങെത്തി. അതുപോലെ ചിരദർശന കാതര, കണ്ടിട്ട് ബഹുകാലമായി. അങ്ങനെയുള്ളവർ ഗാഠം മുറുകെ പരിഷസ്വജിരേ അവർ ഓടി വന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. വളരെ കാലമായി കാണാൻ കൊതിച്ച് കാണാതെ ദുഃഖിച്ചിരുന്നവരാണ്. കൃഷ്ണനെ ഓടി വന്ന് അവർ ആലിംഗനം ചെയ്തു. തം ദൃഷ്ട്വാ വൃഷ്ണയോ ഹൃഷ്ട്വാ തന്വ പ്രാണമിബോധിതാഹ പരിഷസ്വജിരേ ഗാഠം ചിരദർശന കാതരാഹ. ശ്ലോകം 33. വസുദേവ പരിഷ്വജ്യ സംപ്രീത പ്രേമ വിഹ്വലഃ സ്മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ. വസുദേവ പരിഷജ്യ, വസുദേവൻ എന്ത് ചെയ്തു? ഓടി വന്ന് പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട് സംപ്രീത ഏറ്റവും പ്രീതനും പ്രേമവിഹ്വല സ്നേഹ പരവശനുമായിട്ട് ഭവിച്ചു. കംസഹൃതാൻ കംസനാൽ ചെയ്യപ്പെട്ട ക്ലേശാൻ ദുഃഖങ്ങളെയും ഗോകുലത്തിൽ പുത്രന്യാസം പുത്രനെ സൂക്ഷിക്കാനായി ആക്കിയതും ഓർക്കുന്ന വസുദേവർ. വസുദേവർ നന്ദനെ കണ്ടപ്പോൾ കംസന്റെ പീഡനം എല്ലാം ഓർക്കുകയാണ്. എന്നിട്ട് കംസനെ പേടിച്ച് കൃഷ്ണനെ ഗോകുലത്തിൽ കൊണ്ട് നന്ദഗോപരെ യശോദയെ ഏൽപ്പിച്ച കാര്യങ്ങളും എല്ലാം ഓർക്കുന്ന ആ വസുദേവൻ പരിഷവ്യ ആലിംഗനം ചെയ്തിട്ട് സംപ്രീത ഏറ്റവും പ്രീതനും പരവശനുമായിട്ട് ഭവിച്ചു. അപ്പോ വസുദേവൻ നന്ദഗോപരെ ആലിംഗനം ചെയ്തപ്പോൾ വസുദേവർക്ക് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. കംസന്റെ ആ ദുഷ്കൃത്യങ്ങളും പുത്രനെ ഗോകുലത്തിൽ കൊണ്ടുപോയി കിടത്തിയതും അതെല്ലാം ആലോചിച്ച് പ്രേമപരവശനായി ഭവിച്ചു. വസുദേവ പരിഷ്വജ്യ സംപ്രീത പ്രേമ വിഹ്വല മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ. ശ്ലോകം 34. കൃഷ്ണരാമോ പരിഷ്വജ്യ പിതരാവഭിവാദ്യ ച ന കിഞ്ചനോ ഊജതു പ്രേംണ സാശ്രു കണ്ഠൗ കുരുദ്വഹ. കൃഷ്ണ രാമോ പരിഷ്വജ്യ പിതരൗ അഭിവാദ്യ ച ന കിഞ്ചന ഊജതുഹു പ്രേംണ സ അശ്രുകണ്ഠൗ കുരുദ്വഹ. ഹേ കുരുശ്രേഷ്ഠ, കൃഷ്ണരാമന്മാരെ മാതാപിതാക്കന്മാരെ പരിഷ്വജ്യ ആലിംഗനം ചെയ്തു. അപ്പൊ നന്ദഗോപരെയും യശോദയും വളരെ കാലമായി കണ്ടിട്ട്, അതായത് കംസന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ മധുരയിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല. അപ്പൊ കുറെ കാലമായി ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത്
നമസ്കരിച്ചിട്ട് പ്രേമം കൊണ്ട് സാശ്രുകണ്ഠവും കണ്ണുനീര് ഒലിക്കുന്ന, കണ്ണിൽ വെള്ളം നിറഞ്ഞ് കണ്ഠം എല്ലാം ശബ്ദമൊന്നും പുറത്തോട്ട് വരാതെ കിഞ്ചൻ അല്പവും ഞാൻ ഊജതു പറഞ്ഞില്ല. അപ്പൊ അവർക്ക് ഗദ്ഗതഗദ്ധരായിപ്പോയി. അവർക്ക് ആ ശബ്ദമൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആ കണ്ട ആ സന്തോഷം, ആനന്ദ കണ്ണുനീർ പൊഴിച്ച് ശബ്ദം വരുന്നില്ല. കൃഷ്ണരാമോ പരിഷ്യജ്യ പിതരൗ അഭിവാദ്യ, ചേർത്ത് വയ്ക്കും പിതരാവ് അഭിവാദ്യ. പിതരാവ് അഭിവാദ്യ ച ന കിഞ്ചനോ ഊജതു പ്രേംണ സ അശ്രുകണ്ഠൗ കുരുദ്വക. ശ്ലോകം 35. താവ ആത്മാസനം ആരോപ്യ ബാഹുഭ്യാം പരിരഭ്യ ച യശോദാ ച മഹാഭാഗ സുതൗ വിജഹതു ശുചഃ. തൗ ആത്മ ആസനം ആരോപ്യ, തൗ അതാണ് താവാത്മാസന. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ തൗ പ്ലസ് ആത്മാസനം. ബാഹുഭ്യാം പരിരഭ്യച യശോദാച മഹാഭാഗ, മഹാഭാഗ്യശാലിയായ യശോദയും തൗ സുതൗ ആ പുത്രന്മാരെ ആത്മാസനം അവരുടെ അംഗത്തെ അവരുടെ മടിയില് ആരോപ്യ കയറ്റിയിട്ട് പുത്രന്മാരെ പുത്രവാത്സല്യത്തോടുകൂടി മടിയിൽ വെച്ച് ബാഹുപ്യ കൈകൾ കൊണ്ട് പരിരപ്യ ആലിംഗനം ചെയ്തിട്ട് ശുച കണ്ണുനീറുകളെ വിജഹതു ഉപേക്ഷിച്ചു. ആലിംഗനം ചെയ്ത് സന്തോഷ ബാഷ്പം വർഷിച്ചു. താവാത്മാസനം ആരോപ്യ ബാഹുഭ്യാം പരിരഭ്യ ച യശോദാ ച മഹാഭാഗ സുതൗ വിജഹതു ശുചഃ. ശ്ലോകം 36. രോഹിണീ ദേവി ചാത പരിഷജ്യ വ്രജേശ്വരീം സ്മരന്ത്യോ തത്കൃത മൈത്രീ ബാഷ്പകണ്ഠോ സമൂജതുഹു. രോഹിണീ ദേവിയും വ്രജേശ്വരി വ്രജനായികയെ പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട്, അതായത് യശോദയെ ആലിംഗനം ചെയ്തിട്ട്, രോഹിണിയും ദേവകി യശോദയെ ആലിംഗനം ചെയ്തിട്ട് തത്കൃതം അവളാൽ ചെയ്യപ്പെട്ട മൈത്രിയെ സ്മരന്ത്യ ഓർമ്മിക്കുന്നവരായി ബാഷ്പകണ്ഠവും കണ്ണുനീറൊലിച്ച് കണ്ഠം തൊണ്ടയിടറി സമൂചതു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ യശോദയെ ആലിംഗനം ചെയ്ത് അവർ യശോദ ചെയ്ത ഉപകാരത്തെ സ്മരിച്ചുകൊണ്ട്, അതായത് കൃഷ്ണനെ ബലരാമനെയൊക്കെ വളർത്തിയത് ആരാണ്? യശോദയുടെ മക്കളാണെങ്കിലും വളർത്തിയത്, അല്ല ദേവകിയുടെ മക്കളാണെങ്കിലും വളർത്തിയത് യശോദയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓർമ്മിച്ച് സന്തോഷം കൊണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞ് തൊണ്ടയിടറിക്കൊണ്ട് അവർ ഈ വിധം പറഞ്ഞു. രോഹിണീ ദേവകി ചാത പരിഷജ്യ വ്രജേശ്വരീം സ്മരന്ത്യു തത്കൃത മൈത്രീം ബാഷ്പകണ്ഠോ സമൂജതു. ശ്ലോകം 37. കാ വിസ്മേരത വാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരി അവാപ്യപ്യ ഐന്ദ്രമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. കാ വിസ്മേരത വാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരി അവാപ്യ അപി ഐന്ദ്രം ഐശ്വര്യം യസ്യ നൈഹ പ്രതിക്രിയ. വ്രജേശ്വരി, ഹേ വ്രജനായികേ, യശോദയോട് പറയുകയാണ്. വ്രജത്തിലെ നായകൻ നന്ദഗോപരും നായിക യശോദയാണ്. യശോദയെ അനിവൃത്താം നശിക്കാത്തതായ വാം മൈത്രി, നിങ്ങളുടെ ആ മൈത്രിയെ, നിങ്ങൾ ചെയ്ത ആ ഉപകാരത്തെ യാതൊരുത്തി വിസ്മേരത മറക്കും. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ചെയ്ത ആ ഉപകാരം ആരാണ് മറക്കുന്നത്? ഞങ്ങൾ മറക്കുകയില്ല. ഇന്ദ്രനെ സംബന്ധിച്ച ഐശ്വര്യത്തെ ഇന്ദ്രനുള്ള ഐശ്വര്യത്തെ അവാപ്യാപി പ്രാപിച്ചിട്ടും യസ്യ ഏതൊന്നിന് ഈ ലോകത്തിൽ പ്രതിക്രിയയില്ല. ഇന്ദ്രനുള്ള ഐശ്വര്യം സിദ്ധിച്ചാൽ കൂടി ആ ഉപകാരത്തിന് പകരം ചെയ്യാൻ സാധിക്കാത്ത വിധം അത്ര മഹത്തായ ഉപകാരമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ഞങ്ങൾ എന്ത് പകരം തരുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ കംസ അറിയാതെ കുഞ്ഞുങ്ങളെ വളർത്തിയില്ലേ?
അപ്പൊ ഇന്ദ്രനുള്ള ഐശ്വര്യം സിദ്ധിച്ചാൽ പോലും ആ ഉപകാരത്തിന് പ്രതിഫലം ആവുകയില്ല എന്ന് പറയുകയാണ്. കാ വിസ്മേരതവാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരി അവാപ്യപ്യ ഇന്ദ്ര ഐശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. ശ്ലോകം 38. ഏതാവദൃഷ്ടപിതരോ യുവയോസ്മ പിത്രോ സംപ്രീണനാഭ്യുദയ പോഷണ പാലനാനി പ്രാപ്യോ ഊഷദുർഭവതി പഷ്മഃ യദ്വദഷ്ണോർ നസ്താവ അകുത്ര ച ഭയൗ ന സദാം പരസ്വാം. ഏതൗ അദൃഷ്ടപിതരൗ, ഏതാവദൃഷ്ടപിതരൗ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏതൗ പ്ലസ് അദൃഷ്ടപിതരൗ യുവയോഹോ സ്മ പിത്രോഹോ സംപ്രീണന അഭ്യുദയ പോഷണ പാലനാനി പ്രാപ്യ ഊഷദുഹു ഭവതി പഷ്മ ഹ യദ്വത് അഷ്ണോഹോ നെസ്താവ അകുത്ര നെസ്തൗ അകുത്ര ച ഭയൗ ന സദാം പരഹ സ്വ ഭവതി. ഹേ പൂജ്യേ, യശോദയോട് പറയുകയാണ്, ഹേ പൂജ്യേ അദൃഷ്ടപിതരോ കാണപ്പെടാത്ത അച്ഛനമ്മമാരോട് കൂടിയ ഏതോ ഈ രണ്ടുപേർ, അതായത് രാമനും കൃഷ്ണനും, യുവയോ നിങ്ങളിൽ, നെസ്തോ സമർപ്പിക്കപ്പെട്ടവരായി, അഷ്ണോഹോ കണ്ണുകളുടെ പഷ്മായ, യദ്വത് കൺപോള പോലെ ഇരിക്കുന്ന പിത്രോഹോ പിതാക്കന്മാരായ നിങ്ങളിൽ നിന്ന് സംപ്രീഡന അഭ്യുദയ പോഷണ പാലനാനി, സംപ്രീഡനം അഭ്യുദയം പോഷണം പാലന ഇവ പ്രാപിച്ചിട്ട് അകുത്രഭയവും ഒരിടത്ത് ഭയമില്ലാത്തവരായി ഊഷതു വസിച്ചു സദാം സത്തുക്കൾക്ക് സ്വ എന്റേത് പരം അന്യന്റേത് ന എന്നത് ഇല്ല. അപ്പൊ യശോദയാൽ ചെയ്യപ്പെട്ട മൈത്രി പറയുകയാണ്, ഹേ മഗധി, ഞങ്ങളുടെ 2 മക്കൾ രോഹിണിയും ദേവകിയും കൂടെ പറയുകയാണ്, അവരുടെ പെറ്റ മാതാപിതാക്കന്മാരെ കാണാത്തവരായി ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ അടുത്തെത്തി. അപ്പൊ നിങ്ങൾ അവർക്ക് മാതാപിതാക്കളായി കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ കണ്ണിനെ കൺപോളകൾ രക്ഷിക്കുന്നത് പോലെ, അപ്പോൾ നമ്മുടെ കണ്ണിനെ ഒന്നും കൊള്ളാതെ രക്ഷിക്കുന്ന ആരാണ്? കൺപോളകളാണ്. അപ്പൊ ആ കണ്ണിനെ എങ്ങനെയാണ് കൺപോളകൾ, ഒരു പൊടി വന്നാൽ മതി ഉടനെ കണ്ണങ്ങടയും അല്ലേ? അപ്പൊ കണ്ണിനെ രക്ഷിക്കുന്ന കൺപോളകളാണ്. അതുപോലെ നിങ്ങളും ഞങ്ങളെ, അപ്പോൾ പലരും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു എന്ന് പറയൂലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ അവരെ രക്ഷിച്ചു, അവർക്ക് സന്തോഷമൊക്കെ കൊടുത്തു, പിന്നെ ജാതകർമാദികൾ ചെയ്തു, പിന്നെ കാലോചിതമായ സംസ്കാര ക്രിയകളെല്ലാം ചെയ്തു. അങ്ങനെ അഭ്യുദയം വർദ്ധിപ്പിച്ചു, മുലപ്പാൽ തുടങ്ങിയ പാനീയങ്ങൾ കൊടുത്തു. അമ്മയുടെ മുലപ്പാലല്ല കുടിച്ചത്, യശോദയുടെയാണ്. ദേഹത്തെ വേണ്ടുവിധം പോഷിപ്പിച്ചു. പിന്നെ ഭയങ്ങൾ ഒന്നുമില്ലാതെ ഭയസ്ഥാനങ്ങൾ ദൃഷ്ടി വെച്ച് പേടി കൂടാതെ സംരക്ഷിച്ചു. അങ്ങനെ അവർ സുഖമായി വളർന്നു. സത്തുക്കൾക്ക് തൻ്റേത് അന്യന്റേത് എന്ന ഭേദബുദ്ധി ഇല്ല എന്ന് നിങ്ങൾ ആചരിച്ച് ലോകത്തെ കാണിച്ചു. അപ്പൊ ഇത് എന്റേതാണ് നിന്റേതാണെന്നുള്ള ഭേദബുദ്ധിയൊന്നും നിങ്ങൾ കാണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ലോകത്തിന് തന്നെ ഗുരുഭൂതന്മാരായി ഭവിച്ചു. ഇങ്ങനെ ചെയ്ത ഉപകാരം ഞങ്ങൾ എങ്ങനെ മറക്കും? ഈ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് പ്രതിക്രിയ ചെയ്താലും ഇതിന് മതിയാകുകയില്ല എന്ന് പറയുകയാണ്. ഏതാവദൃഷ്ടപിതരൗ യുവയോസ്മ പിത്രോ സംപ്രീഡനാഭ്യുദയ പോഷണ പാലനാനി പ്രാപ്യോഷദുർഭവതി പഷ്മഃ യദ്വദക്ഷ്ണോ നസ്താവകുത്ര ച ഭയൗ ന സദാം പരസ്വഃ. ശ്ലോകം 39. ശ്രീശുകവാച ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടദം യത് പ്രേക്ഷണേ ദൃശുഷു പഷ്മകൃതം ശപന്തി ദിഗ്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവ തദ്ഭാവം ആപുറഭി നിത്യയുജാം ദുരാപം. ശ്രീശുകവാച ഗോപ്യഃ ച കൃഷ്ണം ഉപലഭ്യ ചിരാത് അഭീഷ്ടം യത് പ്രേക്ഷണേ ദൃശ്യുഷു പഷ്മകൃതം ശപന്തി ദൃഗ്ഭിഃ ഹൃദീകൃതം അലം പരിരഭ്യ സർവം
സർവ തത് ഭാവം ആപുഹു അപി നിത്യയുജാം ദുരാപം. ഗോപികകളും അഭീഷ്ടം അത്യന്തം ഇഷ്ടനായ കൃഷ്ണനെ ചിരാത് വളരെ കാലം കഴിഞ്ഞിട്ട് ഉപലഭ്യ കണ്ടിട്ട് യത് പ്രേക്ഷണേ യാതൊരുവന്റെ ആ നോട്ടത്തിൽ ദൃശിഷു ദൃഷ്ടികളിൽ കൃഷ്ണന്റെ കണ്ണുകളിൽ തന്നെ അവർ നോക്കി നിന്നു ഗോപികമാർ. ഭസ്മഘൃതം അപ്പൊ കണ്ണിലിങ്ങനെ കൃഷ്ണനെ നോക്കി നിൽക്കുമ്പോൾ കൺപോള അടയുമല്ലോ. അപ്പൊ ഈ കൺപോള അടയ്ക്കുന്ന ആ നിമീലനത്തെ ഉണ്ടാക്കിയ ദേവനെ, അതായത് ബ്രഹ്മദേവനെ അവർ എന്ത് ചെയ്തു? ശപിച്ചു. ഈ ബ്രഹ്മദേവൻ എന്തിനാണ് ഈ കണ്ണടയ്ക്കുന്ന കാര്യം മനുഷ്യന് ഒക്കെ ഉണ്ടാക്കി തന്നത്? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോകും അല്ലേ? അപ്പം ബ്രഹ്മദേവനെ ശപിച്ചു. ബ്രഹ്മദേവൻ എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ കണ്ണടയ്ക്കുന്ന പ്രവൃത്തിയും കൂടെ കൊടുത്ത എന്തിനാണ് എന്ന് പറഞ്ഞ്. കാരണം കൃഷ്ണനെ നോക്കിയിട്ട് അവർക്ക് മതിയാകുന്നില്ല, നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണടഞ്ഞു പോകും. അതുകൊണ്ട് അവര് ബ്രഹ്മാവിനെ ശപിച്ചു. എന്നിട്ടോ ദൃക്വി കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിലാക്കി പരിരഭ്യ ആലിംഗനം ചെയ്തു. അപ്പൊ അവിടെ ആൾക്കാരെല്ലാരും നിൽക്കുകയല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ ഹൃദയത്തിലോട്ടാക്കി അവിടെ വെച്ച് ആലിംഗനം ചെയ്തു, മനസ്സങ്കൽപ്പിച്ചു. സർവാഗോപ്യ എല്ലാ ഗോപികളും നിത്യയുജ എപ്പോഴും ചേർന്നിരിക്കുന്നവർക്ക് കൂടി ദുരാപം പ്രാപിക്കാൻ കഴിയാത്ത തദ്ഭാവം കൃഷ്ണഭാവത്തെ പ്രാപിച്ചു. അപ്പൊ കൃഷ്ണനെ മനസ്സിൽ അവരങ്ങ് ഉറപ്പിച്ചു. അപ്പൊ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ആ കൃഷ്ണനുമായിട്ട് അത്രത്തോളം തന്മയീഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ ഗോപികകൾ കൃഷ്ണനെ നോക്കി ആ കൃഷ്ണന്റെ രൂപം മനസ്സിൽ തന്നെ അങ്ങ് പതിപ്പിച്ചു. കൃഷ്ണഭാവത്തെ തന്നെ അവർ പ്രാപിച്ചു. അതായത് പരമാനന്ദ അനുഭൂതി എല്ലാവർക്കും ഉണ്ടായി. അത് യോഗീശ്വരന്മാർക്ക് പോലും അവരുടെ ധ്യാനാവസ്ഥയിൽ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ ഗോപികൾ ആ കൃഷ്ണനെ നോക്കി കൃഷ്ണനെ ധ്യാനിച്ച് ആ രൂപം തന്നെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു. വേറെ ഒരു ചിന്തയും ഇല്ല. അങ്ങനെ അവർ പരമാനന്ദത്തെ പ്രാപിച്ചു. ശ്രീശുഗോവാച ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടം യത് പ്രേക്ഷണേ ദൃശുഷു ഭസ്മഘൃതം ശബന്തി ദൃക്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവ തദ്ഭാവമാപുരഭി നിത്യയുജാം ദുരാപം. ശ്ലോകം 40. ഭഗവാൻ സ്തഥാഭൂത വിവിക്ത ഉപസംഗതഃ ആശ്ലിഷ്യ അനാമയം പൃഷ്ട്വാ പ്രഹസന്നിധം അബ്രവീത്. ഭഗവാൻ അഭൂത വിവിക്ത ഉപസംഗതഃ ആശ്ലിഷ്യ അനാമയം പൃഷ്ട്വാ പ്രഹസൻ ഇതം അബ്രവീത്. തഥാഭൂത പ്രകാരം ഭവിച്ച താവരെ, അതായത് ഭഗവാനുമായിട്ട് ആ തന്മയീഭാവം ഭവിച്ച അവരെ ഭഗവാൻ കൃഷ്ണൻ വിവിക്തെ ഏകാന്തത്തിൽ ഉപസംഗമിച്ചിട്ട് അവരെ ഏകാന്തത്തിൽ ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആശ്ലിഷ്യ ആലിംഗനം ചെയ്തിട്ട് അനാമയം സൗഖ്യത്തെ പൃഷ്ട ചോദിച്ചിട്ട് പ്രഹസൻ ചിരിച്ചുകൊണ്ട് ഇതിനെ അബ്രവീത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ രൂപം തന്നെ മനസ്സിൽ ധ്യാനിച്ച് ആനന്ദപരവശരായിരുന്ന ആ ഗോപികളുടെ സമീപത്തിൽ മറ്റാരുമില്ലാത്ത അവസരത്തിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? അടുത്ത് ചെന്ന് അവരെ ആലിംഗനം ചെയ്ത് സന്തോഷിപ്പിച്ച് അവരോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ സ്താസ്തഥാഭൂത വിവിക്ത ഉപസംഗതഃ ആശ്ലിഷ്യ അനാമയം പൃഷ്ട്വാ പ്രഹസന്നിധം അബ്രവീത്. ശ്ലോകം 41. അവിസ്മരധനാ സഖ്യ സ്വാനാമർത്ഥ ചികീർഷയാ ഗതാം ചിരായുധാൻ ശത്രുപക്ഷ ക്ഷപണചേതസ. ഇവിടെ 41 മുതൽ 46 വരെ കൃഷ്ണൻ ഗോപികകളോട് പറഞ്ഞതാണ്. അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അവരോട് സാന്ത്വനിപ്പിച്ചിട്ട് ആത്മജ്ഞാനം അവർക്ക് പ്രദാനം ചെയ്യുകയാണ്. 41 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ. അഭിസ്മരതര നഹ സഖ്യ ഏ സഖികളെ സ്വാനാം അർത്ഥ ചികീർഷയ സ്വജനങ്ങളുടെ ആവശ്യം നടത്താനുള്ള ആഗ്രഹം കൊണ്ട് ശത്രുപക്ഷ ക്ഷപണ ചേതസ ശത്രുപക്ഷക്കാരെ നശിപ്പിക്കുന്നതിൽ മനസ്സ് വച്ചവരും ഗതാൻ പോയവരും ചിരായുധാൻ വളരെ കാലം
താമസം വരുത്തിയവരുമായ ഞങ്ങളെ അഭിസ്മരത. നിങ്ങൾ ഓർക്കുന്നുവോ? ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് മധുരയിലോട്ട് വന്നത്. തിരിച്ചു വരാൻ സാധിച്ചില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുറെ കാലമായി നിങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ്. അഭിസ്മരതന സഖ്യോ സ്വാനാമർത്ത ചികീർഷയ ഗതാം ചിരായുധ ശത്രുപക്ഷ ക്ഷമണചേതസ. ശ്ലോകം 42. അപ്യവധ്യായഥാസ്മാൻ സിദ്ധകൃതജ്ഞ അഭിശങ്കയ നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിയുനക്തി ച. അഭി അവധ്യായഥ അസ്മാൻ സിദ് അകൃതജ്ഞ അഭിശങ്കയ. അകൃതജ്ഞ അഭിശങ്കയ, കൃതജ്ഞന്മാരല്ല എന്ന നിശ്ചയത്തോടുകൂടി അസ്മാൻ ഞങ്ങളെ. അപ്പൊ ഞങ്ങള് നന്ദിയുള്ളവരല്ല എന്ന വിശ്വാസത്തോട് ഞങ്ങളെ അവധ്യായത നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല, ഞങ്ങള് കൃതജ്ഞരല്ല, നന്ദിയുള്ളവരല്ല എന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവധ്യായത, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഭൂതാനി പ്രാണികളെ ഭഗവാൻ ഈശ്വരൻ യുനക്തി യോജിപ്പിക്കുന്നു, വിയുനക്തി വേർപെടുത്തുകയും ചെയ്യുന്നു. ന്യൂനം നിശ്ചയം. അപ്പൊ ഞങ്ങൾ ഉപകാരസ്മരണ ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. കാരണം എന്താണ്? പ്രാണികളെ യോജിപ്പിക്കുന്നതും അവരെ വിയോജിപ്പിക്കുന്നതും എല്ലാം ഈശ്വരനാണ്. അവരുടെ ഇഷ്ടം പോലെ ചേരാനും പിരിയാനും സാധ്യമല്ല. നിങ്ങൾ ചെയ്ത ഉപകാരം മറന്നുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ നിങ്ങളെ വന്ന് കാണാത്തതെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം എന്താണ്? ആ സംയോഗം വന്നാൽ വിയോഗം ഉണ്ടാകും. അത് ഈശ്വര നിശ്ചയമാണ്. കൂട്ടി യോജിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ, വിയോജിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവത്യയഥാ അസ്മാൻ സിദ്ധകൃതജ്ഞ അവിശങ്കയ നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിയുനക്തി ച. ശ്ലോകം 43. വായുർയഥാ ഖനാനീകം തൃണം തൂലം രജാംസി ച സംയോജ്യ ആക്ഷിപതേ ഭൂയ തഥാ ഭൂതാനി ഭൂതകൃത്. വായുർ യഥാ ഖനാനീകം മേഘസമൂഹം, തൂലം പഞ്ഞി, തൃണം പുല്ല്, രജാംസി ച പൊടികൾ ഇവയെ വായു വായു എന്ന പോലെ, അതായത് അങ്ങുമിങ്ങും ചിതറിക്കിടും മേഘങ്ങളെ വായു അടിക്കുമ്പോൾ മേഘം ചിന്നിച്ചിതറും, പുല്ലുകൾ ചിന്നിച്ചിതറും, പഞ്ഞി ചിന്നിച്ചിതറും. പിന്നെ അതുപോലെ തന്നെ പൊടികൾ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവയെല്ലാം ചിതറിപ്പോവുകയും ചെയ്യും, ചിലപ്പോൾ എല്ലാത്തിനെയും കൂടെ യോജിപ്പിക്കുകയും ചെയ്യും. വളരെ ദൂരെ കിടക്കുന്ന പൊടികളെല്ലാം കൂടെ യോജിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവരും. പഞ്ഞികൾ അതുപോലെ തന്നെ ചിലപ്പോൾ യോജിപ്പിച്ച് കൊണ്ടുവരും, ചിലപ്പോൾ അതിനെ ദൂരെ വേർപെടുത്തുകയും ചെയ്യും. അപ്പൊ ലോകങ്ങൾ ഉണ്ടാക്കിയ ഭഗവാൻ തന്നെ പ്രാണികളെ ചേർക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്നു. വായുര്യതാ ഖനാനീകം തൃണം തൂലം രജാംസി ച സംയോജ്യ ആക്ഷിപതേ ഭൂയ തഥാ ഭൂതാനി ഭൂതകൃത്. ശ്ലോകം 44. മയി ഭക്തിർഹി ഭൂതാനാം അമൃതത്വായ കൽപ്പതേ ദിഷ്ട്യായദാസീത് മത്സ്നേഹോ ഭവദീനാം മതാപനഃ. ഭൂതാനാം ഭൂതങ്ങൾക്ക് മൈ എന്നിൽ ഭക്തി അനുരാഗം അമൃതത്വായ മോക്ഷത്തിനായിക്കൊണ്ട് കൽപ്പതേ സമൃദ്ധമായി ഭവിക്കുന്നു. ഇപ്പൊ പ്രാണികൾക്ക് എന്നിൽ പരമപ്രേമം ഉണ്ടായാൽ അവരെന്ത് ചെയ്യുന്നു? ആ ജനന മരണ രൂപമായ സംസാരത്തെ കടക്കുന്നു. ഭഗവാനിൽ പരമപ്രേമം ഉണ്ടായാൽ ജനന മരണങ്ങളൊന്നും ഇല്ല, അതിനെ നമുക്ക് കടക്കാൻ സാധിക്കുന്നു. അപ്പൊ മോക്ഷത്തിനായിക്കൊണ്ട് സമർത്ഥമായി ഭവിക്കുന്നു. ഭവതികൾക്ക് മതാപന എന്നെ പ്രാപിക്കുന്ന മത്സ്നേഹ എന്നോടുള്ള സ്നേഹം ആസീത് ഉണ്ടായി എന്നത് ദിഷ്ട്യ അതിഭദ്രം തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്നിൽ അനുരാഗം ഉണ്ടായി എന്നത് പരമശോഭനം തന്നെയാണ്. അപ്പൊ എന്നിൽ പരമപ്രേമം ഉണ്ടായാൽ പിന്നെ മോക്ഷപ്രാപ്തി, പിന്നെ ജന്മവും മരണമൊന്നും ഉണ്ടാവുകയില്ല, സംസാരത്തിൽ നിന്ന് കടക്കാൻ സാധിക്കും. മൈ ഭക്തിർഹി ഭൂതാനാം അമൃതത്വായ കൽപ്പതേ ദിഷ്ട്യായ ദാസീത് മത്സ്നേഹോ ഭവദീനാം മതാപനഃ. ശ്ലോകം 45.
അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാഖം വാർഫൂർ വായുർ ജ്യോതിരംഗനാം. അഹം ഹി സർവഭൂതാനാം ആദിഹി അന്തഃ അന്തരം ബഹിഭി ഭൗതികാനാം യഥാം ഖം വാർ ഭൂഹു വായുഹു ജ്യോതിഹി അങ്കന. അങ്കന ഹേ സ്ത്രീകളെ, ഭൗതികാന പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഖം ആകാശം, വാർ എന്ന് വെച്ചാൽ ജലം, വായു ഭൂമി, ജ്യോതി അഗ്നി എന്ന പോലെ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എല്ലാ ശരീരങ്ങളും സർവഭൂതങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. സർവഭൂതങ്ങൾക്കും അപ്പൊ സർവഭൂതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതുപോലെ സർവഭൂതങ്ങൾക്കും ആദ്യവും അന്തക അവസാനവും അന്തരം ഉള്ളും ബഹി പുറവും അഹം ഹി ഞാൻ തന്നെ. അപ്പോൾ ഈ സർവഭൂതങ്ങൾക്കും പഞ്ചഭൂതങ്ങൾ കൊണ്ട് ആകാശവായു ജലം ഭൂമി അഗ്നി ഇതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ എല്ലാ ഭൂതങ്ങൾക്കും ആദ്യവും അവസാനവും ഉള്ളിലും പുറത്തും എല്ലാം ഞാൻ തന്നെയാണ്. ഇനി ഈ പഞ്ചഭൂതങ്ങൾ ദേഹരൂപത്തിൽ വരാൻ കാരണം എന്താണ്? പരിണമിക്കാൻ കാരണവും ഞാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും ഞാൻ അകത്തും പുറത്തും എല്ലാം ഞാൻ തന്നെയാണ്. എങ്ങും നിറഞ്ഞിരിക്കുന്നവൻ, എന്നെ കൂടാതെ അന്യമായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഭഗവാൻ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. അപ്പം ഞാൻ എല്ലായിടത്തുമുണ്ട്, നിങ്ങളുടെ അകത്തും പുറത്തും എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പൊ എന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ വേറെ ഒന്നും ഇല്ല. അഹം ഹി സർവഭൂതാനാം ആദിരന്തോ അന്തരം ബഹി ഭൗതികാനാ യഥാഖം വാർഭൂർ വായുർജ്യോതിരംഗനാഹ. ശ്ലോകം 46. ഏവം ഹ്യേതാനി ഭൂതാനി ഭൂതേഷാത്മാത്മനാ തഥാ ഉഭയം മയ്യപി പരേ പശ്യത ആഭാതം അക്ഷരേ. ഏവം ഹി ഏതാനി ഭൂതാനി, ഏവം ഇപ്രകാരം, ഏതാനി ഭൂതാനി ഈ ഭൂതങ്ങൾ, ഭൂതേഷു ഭൂതങ്ങളിൽ വർത്തിക്കുന്നു. അപ്പൊ ഭൂതവർഗങ്ങളുടെ ആത്മാവെന്ന് പറഞ്ഞ് ഞാനാണ്. ഇവിടെ ഭൂതവർഗങ്ങൾ 4 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? അണ്ടജം, ശ്വേതജം, ജരായുജം, ഉദ്ഭിജം. അണ്ടജം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്നത്. മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന പക്ഷികൾ, പാമ്പുകളൊക്കെ മുട്ട വിരിഞ്ഞല്ലേ ഉണ്ടാകുന്നത്, കോഴി അങ്ങനെയുള്ളതൊക്കെ. ശ്വേതജം വിയർപ്പിൽ നിന്നുണ്ടാകുന്നത്, പേന്, മൂട്ട ഇങ്ങനെയൊക്കെ ഉള്ളത്. ജരായുജം പ്രസവിച്ചുണ്ടാകുന്നത്, മനുഷ്യരെ പോലെ മറ്റേ ചില മൃഗങ്ങളെ പോലെ. ഉദ്ഭിജം മുളച്ചുണ്ടാകുന്നത്, വിത്ത് മുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങളൊക്കെ. അങ്ങനെ 4 തരം ഭൂതങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 4 തരം ഭൂതങ്ങളുടെയും ആദ്യന്ത രൂപൻ ആരാണ്? ഞാൻ തന്നെയാണ്. സർവവ്യാപകനായിരിക്കുന്ന ആത്മാവിൽ ഈ ഭൂതങ്ങൾ ഇരിക്കുന്നു. എന്നിലാണ് ഈ ഭൂതങ്ങളെല്ലാം ഇരിക്കുന്നത്. ഭഗവാൻ പറയുമല്ല, മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായി വാ. എന്നിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. എങ്ങനെയാണ്? നൂലിൽ എങ്ങനെയാണോ മുത്തുമണികൾ കോർത്തിരിക്കുന്നത്, അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ തന്നെയാണ് കോർത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ അകത്തും പുറത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നിലാണ് ഇവയെല്ലാം ഇരിക്കുന്നത്. അല്ല, നമ്മളിലല്ല ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാനിലാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ഈ ഭൂതങ്ങൾ ഭൂതേഷു ഭൂതങ്ങളിൽ വർത്തിക്കുന്നു. ജീവാത്മാവ് ആത്മന സ്വരൂപം കൊണ്ട് തതഹ വ്യാപ്തനായിരിക്കുന്നു. ഉഭയക രണ്ടും അക്ഷരേ നാശരഹിതവും പരേ കാരണവുമായ എന്നിൽ ആഭാതം പ്രകാശിക്കുന്നു. പശ്യത കാണുവിൻ. അപ്പോ ഭഗവാൻ പറയുകയാണ്, 4 തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികൾ ആകാശാദി പഞ്ചഭൂതങ്ങളിൽ ആദിമധ്യാന്ത രൂപേണ വർത്തിക്കുന്നു. പഞ്ചഭൂതങ്ങൾ അവയുടെ ഭോക്താവായ ജീവാത്മാവിൽ വർത്തിക്കുന്നു. ആ ജീവാത്മാക്കളും ആ ഭൂതങ്ങളുമായ ആ രണ്ടും, അതായത് ഈ ലോകം എന്ന് പറയുന്നത് ജഡമാണ്, ജഡവസ്തുവാണ്. പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്, എല്ലാം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അത്
സർവവ്യാപകനും പരിപൂർണനുമായ എന്നിൽ വിളങ്ങുന്നു. അപ്പൊ ഈ സർവചരാചരങ്ങളും ഈ പ്രപഞ്ചവും എല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? എന്നിലാണ്. അതിനാൽ സർവകാരണമായിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവർ എന്നെ തന്നെ പ്രാപിക്കും. അപ്പൊ അവർക്ക് ആത്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ഏവം ഹ്യേതാനി ഭൂതാനി ഭൂതേഷു ആത്മാത്മനാ തഥാ ഉഭയം മയ്യപി പരേ പശ്യത ആപാദ അക്ഷരേ. ശ്ലോകം 47. ശ്രീശുഭവാച അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിതാഃ തദനുസ്മരണധ്വസ്ത ജീവ കോശാസ്തം അധ്യഗൻ. അധ്യാത്മശിക്ഷയാ ഗോപ്യഃ ഏവം കൃഷ്ണേന ശിക്ഷിതാഃ. ഏവം ഇപ്രകാരം കൃഷ്ണനാൽ അധ്യാത്മ ശിക്ഷയ ആത്മോപദേശത്താൽ ശിക്ഷിത ബോധിക്കപ്പെട്ട ഗോപ്യഃ ഗോപികൾ തദനുസ്മരണ ധ്വജ ജീവകോശ അവന്റെ ആ അനുസ്മരണത്താൽ നശിപ്പിക്കപ്പെട്ട ജീവാച്ഛാദനത്തോടു കൂടിയവരായി, അതായത് പരമാത്മാവിനെ മറയ്ക്കുന്ന ആ ആവരണം അജ്ഞാനം നശിച്ച് അവനെ അത്യകൻ പ്രാപിച്ചു. ഇപ്പൊ കൃഷ്ണന്റെ ആത്മോപദേശം കൊണ്ട് ഗോപികൾക്ക് പരമാത്മാവായ തന്റെ സൂക്ഷ്മരൂപം ബോധിച്ചു. അങ്ങനെ പരമാത്മാവിനെ മറയ്ക്കുന്ന ആ അജ്ഞത അവർക്ക് നശിച്ചു. അങ്ങനെ അവർ കൃഷ്ണനെ ധ്യാനിച്ച് കൃഷ്ണന്റെ സ്വരൂപത്തെ നന്നായി ഉള്ളിൽ ധരിച്ചു. ശ്രീശുഗോവാച അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിത തദനുസ്മരണത്വസ്ത ജീവകോശാസ്തം അത്യഗൻ. ശ്ലോകം 48. ആഹൂശ്ച തേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈർഹൃദി വിചിന്യം അഗാധബോധൈ സംസാരകൂപ പതിതോ ഉത്തരണാവലംബം ഗേഹം ജുഷാമവി മനസ്സുദിയാത് സദാനഹ. ആഹുഹൂച്ച തേ നളിനനാഭ പദാരവിന്ദം. നളിനനാഭ താമരയുടെ സ്ഥാനമായ നാഭിയോടുകൂടിയവനെ. അപ്പോ അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണല്ലോ താമര ഉത്ഭവിച്ചത്. താമരയുടെ സ്ഥാനം ഭഗവാന്റെ നാഭിയാണ്. അങ്ങനെയുള്ള ഭഗവാനെ പത്മനാഭിയിലുള്ളവനെ പദാരവിന്ദം യോഗേശ്വരൈഹി ഹൃദി വിചിന്യം അഗാധബോധത്തോടുകൂടിയ യോഗേശ്വരന്മാരാൽ ഹൃദയത്തിൽ വിചിന്തനം ചെയ്യാൻ യോഗ്യവും. അപ്പൊ യോഗിമാർ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുന്നവനും സംസാരകൂപ പതിതോ ഉത്തരണ അവലംബം. സംസാരമാകുന്ന കിണറ്റിൽ പതിച്ചവർക്ക് മേൽപോട്ട് കയറാനുള്ള ആശ്രയം. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ. സംസാരത്തിൽ വീണു വരുന്ന ഞങ്ങളെ ഇവിടെ നിന്നും കരകയറ്റണേ ഭഗവാനെ. അപ്പൊ അങ്ങനെ സംസാരത്തിൽ പതിച്ചവർക്ക് മേൽപോട്ട് കയറാനുള്ള ആശ്രയം ആരാണ്? ആ ഭഗവാനാണ്. അങ്ങയുടെ പദാരവിന്ദം, ആ പാദകമലം. യോഗീന്ദ്രാണാം ത്വദംഗേഷ അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്വിതരികസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസുന്ദോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. അതായത് ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ ആ പാദം പതിഞ്ഞിട്ട് കൃത്വാ നിശേഷതാപാൻ സകല ദുഃഖങ്ങളെ ഇല്ലാതാക്കി പരമാനന്ദത്തിൽ ആറാടിക്കണമേ. അപ്പൊ അങ്ങനെ അങ്ങയുടെ ആ പാദകമലം ഗേഹജ്ഞുഷാം അഭി ഗൃഹധർമ്മത്തെ പ്രാപിച്ചിരിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ സദാ എപ്പോഴും ഉദിക്കണമേ ആഹൂച പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഈ ആത്മോപദേശം കൊണ്ട് അവർക്ക് ആത്മബോധമുണ്ടായി. അവരുടെ അജ്ഞാനമെല്ലാം നശിച്ചു. അപ്പൊ അവര് ഭഗവാനോട് പറയുകയാണ്, അങ്ങയുടെ യോഗീശ്വരന്മാർ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നതും അതാണ് യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. യോഗിമാരെ ഭഗവാന്റെ ആ അവയവങ്ങളെ ഏറ്റവും മധുരമായി കരുതുന്നത്, എപ്പോഴും ധ്യാനിക്കുന്നത് അതാണ്. ആനന്ദരഹിതമായ സംസാര സാഗരത്തിൽ വീണു കിടക്കുന്നവർക്ക് പിടിച്ചു കയറാനുള്ള ആ പിടിവള്ളിയായി അങ്ങയുടെ ആ പാദകമലം.
ഇനി ഭർത്താക്കന്മാരും പുത്രന്മാരും തുടങ്ങിയ സംസാര ബന്ധത്തോടു കൂടിയവരാണെങ്കിലും ഞങ്ങളുടെ മനസ്സിലും എപ്പോഴും കാണാറാകണേ. അപ്പം ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ്, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്തയുമില്ലാതെ അങ്ങയുടെ പാദകമലം തന്നെ നിത്യം ചിത്തസ്ഥിതമ്മേ, എപ്പോഴും ഞങ്ങളുടെ മനസ്സിലത് ആ പാദകമലം തന്നെ ഉറയ്ക്കണമേ, കാണുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ആ ഗോപികളുടെ ഭാഗ്യം നോക്കിക്കൊള്ളണം. ആ ഭഗവാന്റെ ഉപദേശം കിട്ടിയപ്പോൾ അവർക്കും ആത്മജ്ഞാനം കിട്ടി. അപ്പൊ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, പിന്നെ അവർക്ക് ഭഗവാൻ വേണ്ട. ഭഗവാനോട് എന്താ പ്രാർത്ഥന? നിത്യം ചിത്തസ്ഥിതമ്മേ തേ പാദമൂലം, അങ്ങയുടെ ആ പാദകമലം ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഉറയ്ക്കണമേ. അത് തന്നെയായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന, അത് തന്നെയായിരിക്കും. നിത്യം ചിത്തസ്ഥിതമ്മേ തേ പാദമൂലം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദമൂലം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉറച്ച് എന്ത് ചെയ്യണം? കൃത്വാ നിശേഷതാപാൻ, എല്ലാ താപങ്ങളെ ഇല്ലാതാക്കി പരമാനന്ദ സന്തോഷലക്ഷ്മി. അപ്പൊ പരമാനന്ദമായ ആ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആഹൂശ്ചതേ നളിനനാപപദാരവിന്ദം യോഗേശ്വരൈർഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമവി മനസ്സുദിയാത് സദാനഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ വിഷ്ണുഗോപ സംഗമോ നാമ ദ്വാശീതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.